ഇപ്പോൾ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വൈഷ്ണ സുരേഷ് തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വൈഷ്ണ, ഈ ഒരു സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്താണ് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ കൂടുതൽ അപ്പീലുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? അല്ല, ഈ ഘട്ടത്തിലിപ്പോ എനിക്ക് പ്രത്യേകിച്ച് ഒരു വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും തന്നെയില്ല. പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ പാർട്ടി ലീഗലായി മുന്നോട്ട് പോവാം എന്നുള്ളൊരു തീരുമാനമാണ് നിലവിലെടുത്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോവാം. ആണ് ശരിക്കും സംഭവിച്ചത്? ഇവിടെ ആരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു പിഴവായാണ് മനസ്സിലാക്കുന്നത്? അല്ല, നിലവിലെ പ്രശ്നം കാരണം ഇവർ പറയുന്നത് ഞാൻ ലോക്സഭയിൽ കള്ളവോട്ടിരുന്നാണ്. ലോക്സഭയിൽ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്സഭയിലെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള അതേ അഡ്രസ്സ് തന്നെയാണ് എന്റെ ID പ്രൂഫുകളിലും ഉള്ളത്. ആ അഡ്രസ്സിൽ വെച്ച് തന്നെയാണ് ഞാൻ വോട്ട് ചെയ്തിരിക്കുന്നതും. എനിക്ക് ഒന്നിൽ കൂടുതൽ വോട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ കള്ളവോട്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് ആ ഉള്ളൊരു അഡ്രസ്സും ഒരു വോട്ടും ഇല്ല, അത് തന്നെയാണ്. അപ്പൊ പിന്നെ എങ്ങനെ കള്ളവോട്ട് ചെയ്തെന്നാവുക? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നിലവിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റില് TC മാറിയാണ് കിടക്കുന്നത്. TC തെറ്റാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് എന്റെ മാത്രമല്ല, മറ്റു പലരുടെയും TC തെറ്റായിട്ടാണ് നിലവിലുള്ള വോട്ടർ പട്ടികയിൽ വന്നിരിക്കുന്നത്. അതിപ്പോ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ അടിച്ചടിച്ച് നോക്കുന്ന വോട്ടർ പട്ടികയൊന്നും അല്ലല്ലോ. നമുക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. നമ്മുടെ അഡ്രസ് പ്രൂഫിലുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് കുടുംബ വീടും അവിടെ തന്നെയുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അതിൽ കൂടുതലായി ഒന്നും തന്നെ ചെയ്യാനില്ല. ഇതിപ്പോൾ ഈ ഹൈക്കോടതിയിലേക്ക് പോയാൽ പോലും ഈ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു വിധി അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം ഈ ഇലക്ഷനും ഇങ്ങനെ അടുത്ത് വരികയില്ല. അതിന് മുൻപ് തന്നെ ഈ പ്രചരണ പരിപാടികളൊക്കെ നടത്തേണ്ടതായില്ലേ? അല്ല, അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ആലോചിക്കുന്നില്ല. പാർട്ടി തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും മുന്നോട്ട് പോവുക. ഇതിൽ ഈ CPM-ന്റെ ഒരു ഗൂഢാലോചന, ഈ ഒരു തോൽവി ഭയം എന്നുള്ള ഒരു ഗൂഢാലോചനയൊക്കെയാണ് ഇതിന് പിന്നിലെന്നും പറയുന്നുണ്ടല്ലോ. തീർച്ചയായും ആയിരിക്കുമല്ലോ. കാരണം അല്ലാത്ത പക്ഷെ അവർ ഇത്രയും ഓപ്പൺ ഫൈറ്റിൽ ഇറങ്ങിയൊരു സ്ഥാനാർത്ഥിത്വത്തിൽ നിൽക്കുന്ന ഒരാളെ അവര് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അവരുടെ പരാജയ വിധി തന്നെ ആയിരിക്കും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. ശരി, വളരെയധികം നന്ദി. ശ്രീമതി വൈഷ്ണയാണ് പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.